നമസ്കാരം. ഇറാൻ യുദ്ധം ഇന്ത്യയുടെ വ്യാപാരത്തെ ദോഷകരമായി ബാധിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയുടെ ഇറക്കുമതിയും കയറ്റുമതിയും വല്ലാതെ കുറഞ്ഞ അവസ്ഥയിലാണ്. യുദ്ധം കയറ്റുമതി വരുമാനം കുറയ്ക്കുകയും വ്യാപാര മാർഗങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യുഎഇയിലേക്കുള്ള കയറ്റുമതിയിൽ 60% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇന്ത്യയുടെ ഇറക്കുമതിയെ മാത്രമല്ല കയറ്റുമതി വരുമാനത്തെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പെട്രോളിയം ആവശ്യങ്ങളുടെ 50%-ലധികവും മിഡിൽ ഈസ്റ്റ് ആണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രക്ഷുബ്ധാവസ്ഥ ഏറ്റവും അധികം ബാധിക്കുന്നതും ഇന്ത്യയെ തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായ യുഎഇയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് 62% കുറഞ്ഞത്. സൗദി അറേബ്യയിലേക്കുള്ള കയറ്റുമതി 45%, നെതർലൻഡ്സിലേത് 51%, യുകെയിലേത് 13% ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി അമേരിക്കയിലേക്കാണ്. ഈ കയറ്റുമതി പോലും 21% കുറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 8%-ഓളം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കയറ്റുമതി കുറയുന്നത് ഇന്ത്യയിലേക്കുള്ള വിദേശ നാണ്യത്തിന്റെയും വരവ് കുറയ്ക്കുന്നുണ്ട്. ഇറക്കുമതി ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ രാജ്യത്തെ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കാജനകമാണ്. ഈ മാർച്ചിൽ ഇറാഖിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് 65% കുറഞ്ഞിട്ടുണ്ട്. യുഎഇയിൽ നിന്നുള്ള ഇറക്കുമതി 62%, ഖത്തറിലേത് 48%, സൗദി അറേബ്യയിലേത് 46% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ റഷ്യയാണ്. ഇറക്കുമതിയുടെ 1/4 അല്പം കൂടുതലാണിത്. ഗൾഫ് രാജ്യങ്ങൾ റഷ്യയ്ക്ക് തൊട്ടു പിന്നിലുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ക്രൂഡ് ഓയിൽ ബാരലിന് $120 ഉയർന്നു. ഇപ്പോൾ ആശ്വാസത്തിന്റെ ചെറിയ സൂചനകളുണ്ട്. ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം $98 കുറഞ്ഞിട്ടുണ്ട്. സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകിയത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ദുർബലമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് യുദ്ധം ഒരു വിദൂര സംഘർഷമല്ല. അത് ഇന്ത്യയുടെ ഇന്ധന വിതരണത്തിൽ വെട്ടിക്കുറയ്ക്കൽ നടത്തുകയും കയറ്റുമതി വരുമാനം കുറയ്ക്കുകയും വ്യാപാര മാർഗങ്ങൾ തടസ്സപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും കരകയറണമെങ്കിൽ സംഘർഷം നിലയ്ക്കുക തന്നെ ചെയ്യണം.